ക്ഷേത്രങ്ങളിൽ ആറാട്ടിനും പള്ളിവേട്ടയ്ക്കും മാത്രം ആന മതിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തന്ത്രി സമൂഹവും ധാരണയിലെത്തി. നവാഹം, സപ്താഹം, പറയെടുപ്പ് എന്നിവയ്ക്ക് ആന വേണ്ടെന്നാണ് ഇപ്പോൾ തീരുമാനം വരുന്നത്. ഗോകുൽ നാഥ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഗോകുൽ, അറിയാമല്ലോ നാട്ടിലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ആനയുടെ ഉപയോഗം സംബന്ധിച്ച് ഏത് രീതിയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വിഷയം കൈകാര്യം ചെയ്യുന്നത്? തീരുമാനം എങ്ങനെ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെതാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചർച്ച ഈ തന്ത്ര സമൂഹവുമായി നടത്തിയ ചർച്ചയാണ്. താഴമൺ മഠത്തിനടക്കമുള്ള പ്രതിനിധികൾ ചേർന്ന ഈ യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് പറക്കെഴുന്നള്ളപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആന എഴുന്നള്ളത്ത് വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. അതായത് ഈ രഥം, ജീവിത തുടങ്ങിയവയിൽ ദേവനെ എഴുന്നള്ളിക്കാം, പ്രതിഷ്ഠയെ എഴുന്നള്ളിക്കാം. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനമായിട്ടുള്ളത്. ഇത് സർക്കാരിനെ അറിയിക്കും. ഇതിന് മുൻപ് എടുത്തു പറയേണ്ട കാര്യം, ഈ ആറാട്ടിനും അതേപോലെ തന്നെ പള്ളിവേട്ടയ്ക്കും മാത്രം ആനയുടെ ഉപയോഗം മതി, അല്ലാതെ ആനയെ വേണ്ട. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻപ് ഇത്തരത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷേ ഇത് ഈ തന്ത്രി സമൂഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ആന എഴുന്നള്ളത്ത് ആചാരത്തിന്റെ ഭാഗമാണ് തുടങ്ങിയ ചില വാദഗതികൾ ഉണ്ടായിരുന്നു. ആ വാദഗതികളാണ് ഇപ്പോൾ തിരുത്തിയിട്ടുള്ളത്. എന്തായാലും തിരുത്തിയ നിലപാട് സർക്കാരിനെ ഉടൻ തന്നെ അറിയിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പ്രജീഷ്.